الحمد لله الحمد لله نحمده ونصلي على رسوله الكريم سيدنا محمد صلى الله عليه وسلم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ സഹോദരങ്ങൾ, ഞാൻ ഇന്ന് പകൽ തന്നെ പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ വരെ ഉദ്ദേശിച്ചു പോയി. അത്രയും അധികം ക്ഷീണവും വിഷമവും ഉണ്ട്. എന്നാൽ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ആവേശം കെടുത്തലായി പോകുമോ അത് എന്ന് ഭയപ്പെട്ട് ഞാനിവിടെ വന്നതാണ്. ഏതാനും വാക്കുകൾ മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവർകളും മറ്റ് ആലിമീങ്ങളും എല്ലാം ഇവിടെ പ്രസംഗിക്കും. ഇന്ന് പകൽ ഇവിടെ ഉലമാന്റെ സംഘടനയായ കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു യോഗം ഞാൻ മാണി അബ്ദുൽ ഹമീദ് മുസ്ലിയാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മാണിയിലെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു. മുസാവറ അംഗങ്ങളെല്ലാം വന്നു. ഇവിടെ കർണാടക സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് മലയാളം സംസാരിക്കാത്ത സ്ഥലങ്ങളൊഴികെ എല്ലാ സ്ഥലത്തും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനം സജീവമാക്കാനും അതിന് വേണ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ
നടത്താനും തീരുമാനിക്കുകയും അത് ജംഇയ്യത്തുൽ ഉലമ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആണ് 2 മിനിറ്റ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കേരളത്തിലോ തമിഴ്നാട്ടിലോ ബോംബെയിലോ ഒന്നുമില്ലാത്ത വിധം കർണാടകത്തിലെ ഗവൺമെന്റ് പലതിനും സഹായിക്കുന്നുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ജംഇയ്യത്തുൽ ഉലമയുടെ ആസ്ഥാനവും അതുമായി ബന്ധപ്പെട്ടതും പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അവരുമായി കൂടുതൽ ബന്ധമുള്ള ആൾ എന്ന നിലക്ക് നമ്മുടെ വഖഫ് ബോർഡിൻ്റെ പഴയ ചെയർമാൻ ഷാഫി സദിയെ കൂടി ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് ഉത്തരവാദപ്പെടുത്തുകയും ഉലമാക്കളിൽ നിന്ന് 4 പേരെ അതിനുവേണ്ടി മാത്രം തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് SYSന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്ത് നിന്ന് കർണാടക എന്നോ മലയാളമെന്നോ ഉറുദു സംസാരിക്കുന്ന സ്ഥലമെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളും കർമ്മപദ്ധതികളും എടുത്തു കളയാൻ ഇന്നത്തെ ചില യുക്തിവാദികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യുക്തിവാദികളുടെ വാദത്തിൽപ്പെട്ടതാണ് ഹജ്ജിന് പുറപ്പെടുന്ന ആളുകൾ 4 ഓഹരി വെച്ചാൽ 3 ഓഹരിയും മുശ്രിക്കായിട്ടാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നത്. 1% മാത്രമാണ് മുസ്ലിമായി മടങ്ങി വരുന്നത് എന്ന്. സൗദിയിലെ വലിയ പണ്ഡിതന്മാർ ചിലർ എന്നോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഉലമാ മക്കയും ഉലമാ മദീനയും മക്കയിലും മദീനയുമുള്ള ഉലമാക്കൾ, അതുപോലെ മറ്റ് വലിയ വലിയ മഹത്തുക്കൾ, അവർ മുഴുവനും നിരോധിക്കാത്ത കാര്യം ഇവിടെ നിന്ന് ആളുകൾ പോയി ചെയ്താൽ ഇവരെ മാത്രം മുശ്രിക്കാക്കുന്നത് എന്താണ്?
എന്ന് ചോദിച്ചു. അതായത് മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളത്ത് മുബാറക്കിന്റെ മുകളിൽ എഴുതപ്പെട്ടതാണ് യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് യാ സയ്യിദി എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് അവിടുന്ന് അഭയം തരണം, ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു. മറ്റൊന്നൊരു ഖൈറ منذ فلت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. وجدت أشرف الخلق صلى الله അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു, അവിടുന്ന് താമസിക്കുന്ന ആ ഖബറിൽ ഞങ്ങൾക്ക് ധാരാളം നന്മകൾ ഉണ്ട്. അവിടെ നിന്നും ഞങ്ങൾക്ക് ധാരാളമായി നന്മകൾ അവിടുത്തെ മുഖേന അല്ലാഹു നൽകുന്നുണ്ട് എന്ന് തുടങ്ങി പറയുന്ന വരികളും അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് കാരണമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് പോകുന്ന പാവപ്പെട്ട ഹാജിമാർ മദീനയിൽ പോയാൽ അവർ മുശ്രിക്കുകളായി പോയി എന്ന് നമ്മുടെ മുസ്ലിം പേരുള്ള ആളുകളിൽ ചിലർ വാദിക്കുന്നത്. അത് സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് മക്കയിലെ ആലിമീങ്ങൾക്കും മദീനയിലെ ആലിമീങ്ങൾക്കും അവിടെ വരുന്ന മറ്റു ഉലമാക്കൾക്കും മനസ്സിലാകാതെ ആയിപ്പോയോ? ഈ കേരളത്തിലെ യുക്തിവാദി മാത്രം സംസാരിക്കുന്ന ഈ വാദം എവിടെ നിന്ന് വന്നു? ഈ ബൈത്തുകളൊക്കെ മദീനയിൽ സ്ഥാപിച്ചപ്പോൾ എന്തുകൊണ്ട് മക്കയിലെ ആലിമീങ്ങളും മദീനയിലെ ആലിമീങ്ങളും ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും വരുന്ന ആലിമീങ്ങളും എന്തുകൊണ്ട് അതിനെ വിരോധിച്ചില്ല? ഇത് ചോദിക്കുമ്പോൾ യാതൊരു മറുപടിയുമില്ല. ഞാനിത് പറയുന്നത് നമ്മുടെ സമ്മേളനം സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനമാണ്. ഈ സുന്നി എന്ന ഒരു സ്പെഷ്യൽ പേര് എന്തിനാണ് കൊടുക്കുന്നത്? അത് മറ്റൊന്നുമല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നീണ്ട 23 കൊല്ലക്കാലത്തിനിടയിൽ പരിശുദ്ധ ദീൻ മനസ്സിലാക്കിയവരാണ് സഹാബികൾ റളിയല്ലാഹു അൻഹും. ആ സഹാബത്ത് മനസ്സിലാക്കി നമുക്ക് അവർ പഠിപ്പിച്ചു തന്നു. അവരെ പിൻഗാമികൾ ഇങ്ങനെ
തലമുറയായി കൈമാറി വന്ന് നമ്മുടെ ഉപ്പമാരിലേക്കും നമ്മുടെ ബന്ധപ്പെട്ടവരിലേക്കും ഇസ്ലാമിനെ എത്തിക്കുകയാണ്. ബിസ്മില്ലാ. ഞാൻ ഒരാഴ്ച മുമ്പ് എനിക്ക് പഴയ ഒരു മലയാളത്തിലുള്ള കത്ത് കിട്ടി. 1906 സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിക്കുന്നതിൻ്റെ എല്ലാം മുമ്പ് എൻ്റെ പിതാവ് ഹജ്ജിന് പോയിരുന്നു. ഞാനൊന്നും ജനിച്ചിട്ടില്ല. ഹജ്ജിന് പോകുമ്പോൾ പിതാവ് ഒരു മഹാനായ പണ്ഡിതനെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ ചിലവുകളും എടുത്ത് അങ്ങനെ മൂന്നാമത്തെ ഒരാൾ എന്ന് പറഞ്ഞപ്പോൾ അയാളെ ചിലവും എടുത്തു. ആകെ 3 ആൾ ഹജ്ജിന് പോയി വന്നപ്പോൾ 200 ഉറുപ്പികയാണ് ചിലവായത്. 200 ഉറുപ്പിക, 2000 അല്ല, 200 ഉറുപ്പിക ചിലവായി ഹജ്ജ് കഴിഞ്ഞ്. അപ്പം അവിടെ അന്ന് ധാരാളം മലബാരികളായ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് നിസ്കാരത്തിൻ്റെ ഫർളുകൾ പോലും അറിയാത്തവരാണ് അധിക പേരുമുള്ളത്. അതുകൊണ്ട് അവർക്കൊരു സ്ഥാപനം വേണം എന്ന് തീരുമാനിച്ച് എൻ്റെ പിതാവും ഈ കുഞ്ഞമ്മൂട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന രാമനെട്ടുകാരൻ പണ്ഡിതനും വലിയ മഹാനായ പണ്ഡിതനായിരുന്നു. അവർ 2 പേരും മക്കയിലെ ആലിമ്യങ്ങളോട് സമ്മതപ്പെടുത്തിട്ട് അൽ മദ്രസത്തുൽ മലൈബാരിയ എന്ന് പറഞ്ഞിട്ട് മക്കത്ത് ഒരു മദ്രസ സ്ഥാപിച്ചു. പിന്നീട് ആ മദ്രസയുടെ പേര് അൽ മദ്രസത്തു സൗരത്തിയ എന്നാക്കി അവർ മാറ്റി. പിന്നീട് പേര് മാറ്റിയവർ കൂടെ തന്നെ അവിടെ നിന്ന് സ്ഥലം മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആ മദ്രസയെ സംബന്ധിച്ച് ആലോചിക്കാൻ ചേർന്ന മലയാളത്തിലുള്ള ഒരു കത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പഴയ സ്ഥലത്ത് കിതാബുകളും എഴുതുകളും സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് അത് കാണാൻ കഴിഞ്ഞു. അങ്ങനെ അന്ന് മുതൽക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും മംഗലാപുരം പരിസരത്തു നിന്നും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അവിടെ പോവുകയും സിയാറത്ത് നടത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം തെറ്റാണെന്നും ശിർക്കാണെന്നും പറയുന്നവരാരും ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് വിവരമില്ലാത്ത ചെറുപ്പക്കാർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ ആശയങ്ങളെയും എതിർക്കുകയും അതിനെ പഴഞ്ചനായി ചിത്രീകരിക്കുകയും ചെയ്ത് കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് മതസ്ഥർ
മുസ്ലിം അല്ലാത്ത ആളുകൾ മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കുകയും മുസ്ലിമീങ്ങളെ ശത്രുക്കളായി കാണുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിംകൾ ഒരിക്കലും മറ്റ് മതസ്ഥരുടെ ശത്രുക്കൾ ആയിട്ടില്ല. മറ്റ് മതസ്ഥരെ കൊന്നൊടുക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. എല്ലാവർക്കും അറിയാം, ഖൈബർ രണാങ്കണത്തിൽ യഹൂദികളും മുസ്ലിമീങ്ങളും ഒരു യുദ്ധം നടത്തപ്പോൾ ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിക്കുകയും യഹൂദികൾ പരാജയപ്പെടുകയും ചെയ്തു. മുറഹിബ് എന്ന് പറയുന്ന ഒരു യഹൂദി അവനെ പരാജയപ്പെടുത്തി അവൻ ഇങ്ങോട്ട് വെല്ലുവിളിച്ചതായിരുന്നു. മുസ്ലിംകൾ അങ്ങോട്ട് ആദ്യമായി ചെന്നതല്ല. എവിടെയും മുസ്ലിമീങ്ങൾ യുദ്ധം തുടങ്ങാൻ പോയിട്ടില്ല. സൂറത്ത് തൗബയിൽ തന്നെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു, വഹും ബദഊകും അവ്വല മറ. ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. യുദ്ധം തുടങ്ങിയത് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ബഹുദൈവ വിശ്വാസികളായ മുസ്ലിക്കുകളാണ് ആദ്യമായി യുദ്ധം തുടങ്ങിയത്. അവർ തുടങ്ങിയപ്പോൾ അതിനെ പ്രതികാരം ചെയ്യുക, അതിനെ തടസ്സപ്പെടുത്തുക എന്ന നിലക്ക് ഒരു ഡിഫൻസ് എന്ന നിലയിൽ മാത്രമാണ് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. വഹും ബദഊകും അവ്വല മറ. സൂറത്ത് തൗബ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ മുസ്ലിക്കുകളാണ് ആദ്യമായി ഇവിടെ യുദ്ധം തുടങ്ങിയത്, മുസ്ലിമീങ്ങൾ അല്ല എന്ന്. ഏതായാലും അവർ യുദ്ധം തുടങ്ങി കാബം പൊളിക്കാനും പരിശുദ്ധ ഖുർആനെ ചുട്ടുകരിക്കാനും അതുപോലെ മുസ്ലിമീങ്ങളെ സ്വത്തുക്കൾ നശിപ്പിക്കാനുമൊക്കെ വന്നപ്പോൾ അത് നേരിടേണ്ടി വന്നു. അതാണ് മുസ്ലിം സമുദായം ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലം മുതൽ ഇന്ന് വരെ മുസ്ലിമീങ്ങൾ ഒരേ ചിന്തയിലും ഒരേ ആശയത്തിലും തന്നെയാണ് ഉള്ളത്. യഹൂദികൾ ഖൈബറിൽ പരാജയപ്പെട്ടപ്പോൾ ഖൈബറിലെ വലിയ ഒരു ഈത്തപ്പഴ തോട്ടം മുസ്ലിംകളുടെ കൈവശത്തിലെത്തി. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരികൾക്ക് ഈ പറയുന്ന യഹൂദികളെ കൊന്നുകളയാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ അതിന് പകരം അവർ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് ജീവിക്കാം എന്ന് അനുവാദം കൊടുക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അവരെ കൊലപ്പെടുത്തി കളയാൻ പോയിട്ടില്ല. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹായി മക്കയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള മുശ്രിക്കുകൾ ഭയപ്പെടുകയാണ്, വിറക്കുകയാണ്. ഞങ്ങളെ കൊന്നുകളയുമോ എന്ന പേടിയുമായി അവർ വിറച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചു വരുത്തി
ഇദ്ഹബൂ വഅൻതും തുലഖാ, നിങ്ങളൊക്കെ പോയിക്കൊള്ളുക, നിങ്ങൾക്ക് യാതൊരു പ്രതികാരവും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മുശ്രിക്കീങ്ങൾ മുഴുവനും വിട്ടയച്ചത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിത് പറയുന്നത് മുസ്ലിമീങ്ങൾ ഇവിടെ യുദ്ധം ചെയ്തിട്ടാണ് ഇസ്ലാം മതം സ്ഥാപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയാണ്. അത് നമ്മുടെ കിതാബിൽ, ഫിഖ്ഹിന്റെ കിതാബിലുണ്ട്. വെള്ളിയാഴ്ച ഖതീബ് മിമ്പറിൽ കയറുമ്പോൾ വാളിൻ്റെ കോലത്തിൽ ഒരു വടിയാണ് അധിക പള്ളികളിൽ കാണാനുള്ളത്. ആ വാളിൻ്റെ മേൽ ചാരി അല്ലെങ്കിൽ അതിനെ കുത്തിപ്പൊടിച്ച് നിൽക്കാൻ കാരണം ഇസ്ലാം വാളുകൊണ്ട് വെട്ടിപ്പിടിച്ചതാണ് എന്നിവർ പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ കിതാബുകളിലൊന്നും അങ്ങനെയില്ല. ഇമാം മഹല്ലി അത് സംബന്ധിച്ച് പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് അവസാനം വാള് ഉപയോഗിക്കേണ്ട ഘട്ടത്തിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കാനാണ് ഇവിടെ വാള് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇത് മനസ്സിലാക്കാത്ത ചില മുത്താലിമീങ്ങൾ വാളുകൊണ്ടാണ് ഇസ്ലാം ഇവിടെ വളർത്തത് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് വിവരക്കേടാണ്. ആ പറഞ്ഞതിന് താല്പര്യം സ്വഹാബികൾ കഷ്ടപ്പെട്ട് അവരുടെ കഷ്ടപ്പാടുകൾ ഏതുവരെ എത്തി വാള് ഉപയോഗിക്കേണ്ടുന്ന ഘട്ടം വരെ എത്തിയിരുന്നു എന്ന് പറയുകയാണ് നമ്മുടെ കിതാബിൽ ഉള്ളത്. ഇത് മനസ്സിലാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായം ഇവിടെ വാളുകൊണ്ട് മതമുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ അത് തികച്ചും തെറ്റാണ്. ഒരിക്കലും ഇങ്ങനെ വാളുകൊണ്ട് പരത്തിയെടുത്തതല്ല ഇസ്ലാം. അതുകൊണ്ട് ഞാൻ പറയുന്നതിന് താല്പര്യം, ഇവിടെ മുസ്ലിം സമുദായവും മറ്റ് മതങ്ങളും തമ്മിൽ യാതൊരുവിധ ഏറ്റുമുട്ടലും ആ കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് നമ്മുടെ കർണാടകത്തിലും കേരളത്തിലുമെല്ലാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നത്. പശുവിനെ അറക്കാൻ പാടില്ല എന്ന് പറയുന്നവർ അറക്കണ്ട. മുസ്ലിമീങ്ങൾ ഉളഹിയത്തിന് വേണ്ടി അറക്കേണ്ടി വന്നാൽ അവർ അറക്കുന്നു. അത് പശു എന്ന് കണക്കില്ല. അത് പോത്ത് ആയാലും ആട് ആയാലും എല്ലാം നന്നാവും. പശുവർഗത്തിൽ തന്നെ പുരുഷനാണ് അതിന് സൗകര്യം ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ പശുവിനെ തന്നെ അറുക്കണമെന്ന ഒരു വാശിയൊന്നും മുസ്ലിമീങ്ങൾക്ക് ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഇസ്ലാമിൻ്റെ ഒരു ഷിആർ എന്ന നിലക്ക് പെരുന്നാളിന് ഉളഹിയത്ത് അറുക്കുകയാണ്. അത് മറ്റൊരു മതത്തിനോടുള്ള വിരോധമോ അവരെ പരിഹസിക്കലോ ഒന്നും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ എല്ലാം സമാധാനത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. സ്വഹാബികൾ അതാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല
وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ആരെങ്കിലും റസൂലുള്ളാഹിക്ക് എതിര് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ പരമ്പരാഗതമായി നടന്നു വന്ന ആ മാർഗത്തെ വിട്ടുകൊണ്ട് മറ്റൊരു മാർഗത്തോട് പിന്തുടരുകയോ ചെയ്താൽ അവർ നരകത്തിൽ കടക്കും, അവരെ അല്ലാഹു തആല ശിക്ഷിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ പരമ്പരാഗതമായി നടന്നു വന്ന വഴി അതാണ് നാം അനുസരിക്കേണ്ടത് എന്നും അതല്ലാത്ത മറ്റൊന്നിനോട് ആരെങ്കിലും തുടർന്നാൽ അവൻ കുറ്റക്കാരനാകുമെന്നുമാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ഒരിക്കലും മുഅ്മിനീങ്ങളുടെ വഴിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വിട്ടുപോകരുതെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി, എല്ലാവരും നമ്മളെ പരിപാടി കഴിയുന്നത് വരെ ഇവിടെ ഇരിക്കണം, കേൾക്കണം. സുന്നത്ത് ജമാഅത്ത് ഈ കർണാടക സ്റ്റേറ്റിൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് നിങ്ങളോട് ഉപദേശിച്ചു. ഞാൻ എൻ്റെ പരിപാടികൾ അവസാനിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ രാജ്യത്ത് ദീൻ പഠിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളും അതുപോലെ അവരുടെ മകൻ ഖുറത്തു സാദാത്ത് തങ്ങൾ, അള്ളാഹുവിനെ കലാ നോക്ക്, നിങ്ങൾ കാദിയായിട്ട് 2 കൊല്ലം കഴിയുന്നതിന് മുമ്പ് അവർ നമ്മളെ വിട്ടുപിരിച്ചു പോയി. അല്ലാഹു തആല അവർക്കെല്ലാം വലിയ ദർജന ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ ഭാര്യമാർക്കും കുടുംബങ്ങൾക്കും അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, സ്നേഹിതന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് പൊരുത്തത്തിലായി ഭരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. 10 മണിക്ക് പൊതുവെ പരിപാടി നിർത്തലുണ്ട്. ഇവരോട് സഖാഫി നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ